നിമിഷങ്ങൾ കൊണ്ട് ഒരു നരകം പോലെയായി മാറാൻ കഴിയുന്ന ഒരു ഗ്രഹം. എന്നാൽ അത്രയേറെ തന്നെ മനോഹരവുമായ ഒരു ഗ്രഹം. മറ്റൊന്നിനെയും കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ സ്വന്തം ഭൂമിയെക്കുറിച്ച് തന്നെയാണ്. 67,000 മൈൽസ് പെർ അവർ വേഗതയിൽ സൂര്യനെ വലം വയ്ക്കുകയും ഒപ്പം 1000 മൈൽസ് പെർ അവർ വേഗതയിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ഭൂമി. എന്നാൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് തൻ്റെ കറക്കം പൂർണ്ണമായി നിർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണത്. ഏകദേശം 1000 മൈൽ പെർ അവർ വേഗതയിൽ, അതായത് 1600 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നത്. പക്ഷേ നാം ഒരിക്കലും അത് അറിയുന്നില്ലെന്ന് മാത്രം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബുള്ളറ്റ് ട്രെയിനുകളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. വളരെയധികം വേഗത്തിലാണ് അവ സഞ്ചരിക്കുന്നത്. പക്ഷേ അതിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ പുറത്തോട്ട് നോക്കുന്നില്ല എന്ന് കരുതുക. ശരീരത്തിൽ കാറ്റ് സ്പർശിക്കുന്നുമില്ല എങ്കിൽ ആ ട്രെയിൻ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷവും നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ ഭൂമിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. നിലവിൽ നമ്മുടെ ഭൂമി അതിൻ്റെ കറക്കം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണമെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് വെറും 6 മണിക്കൂർ മാത്രമായിരുന്നു ഭൂമിയുടെ കറക്കത്തിൻ്റെ ദൈർഘ്യം എന്നത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അങ്ങനെ നോക്കുകയാണെങ്കിൽ യുഗങ്ങൾ കഴിയും തോറും ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞു വരികയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു സമയം വെച്ച് ഭൂമി തൻ്റെ കറക്കം പെട്ടെന്ന് വെറും 5 സെക്കൻഡ് നേരത്തേക്ക് നിർത്തിവെക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് കൊണ്ട് നിന്നാൽ അതിനുള്ളിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. പക്ഷേ ഭൂമിയുടെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനത്തിനുണ്ടാകുന്നതിൻ്റെ പല മടങ്ങായിരിക്കും ഇതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ്. നമ്മെ കൊണ്ടൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിലും അധികമായിരിക്കും. നമ്മളൊക്കെ ഏതവസ്ഥയിലാണോ അങ്ങനെ തന്നെ അന്തരീക്ഷത്തിലേക്ക് വലിയ വേഗതയിൽ തെറിച്ചു പോകുന്നതായിരിക്കും. അതായത്, നിങ്ങളൊരു ബസ്സിലോ കാറിലോ മറ്റും യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ വണ്ടിയോട് കൂടി നാം അന്തരീക്ഷത്തിലേക്ക് വലിയ വേഗത്തിൽ ഉയർന്നു പൊങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ആ സമയം നാം എവിടെയാണെങ്കിലും നമുക്ക് ചുറ്റുപാടും എത്രയധികം നിർമ്മിതികളുണ്ടോ അവയെല്ലാം അന്തരീക്ഷത്തിലേക്ക് അടിത്തറയോടെ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങളിലുള്ള ആളുകളെയും വസ്തുക്കളെയും ചിന്നിച്ചിതറി അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. വെറും 5 സെക്കൻഡ് ഭൂമി കറക്കം പൂർണ്ണമായി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഭീകര സംഭവങ്ങളാണ് ഇതെന്ന് ഓർക്കുക. എല്ലാം ഒരു നിമിഷം കൊണ്ട് ബഹിരാകാശത്തേക്ക് തൂത്തെറിയപ്പെടും. അതുമാത്രമല്ല, നമ്മുടെ ഭൂമിയോടൊപ്പം അതിൻ്റെ അന്തരീക്ഷവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഇത്തരത്തിൽ ഭൂമി തൻ്റെ കറക്കം നിർത്തുകയാണെങ്കിൽ ഉയർന്ന വേഗതയിലുള്ള കാറ്റായിരിക്കും ഉണ്ടാവുക. ഏകദേശം ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന വേഗമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 400 മുതൽ 500 കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള കാറ്റുകളാണ്. ഇതാണ് മാക്സിമം വേഗതയെന്ന് ഓർക്കുക. എന്നാൽ ഈ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന സമയത്ത് കാറ്റിൻ്റെ വേഗതയെന്ന് ഏതാണ്ട് 1670 കിലോമീറ്റർ പെർ അവർ വേഗതയായിരിക്കും എന്നതാണ്. അല്ലെങ്കിൽ 1670 കിലോമീറ്റർ പെർ അവർ വേഗതയ്ക്കും മുകളിലായിരിക്കും എന്നതാണ്. ഇന്ന് വരെ കാണാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഉയരത്തിലുള്ള തിരമാലകളായിരിക്കും, അല്ലെങ്കിൽ സുനാമികളായിരിക്കും ഉണ്ടാവുക. വൻതോതിൽ തന്നെ ഇന്ന് നാം കാണുന്ന പല രാജ്യങ്ങളും സ്ഥലങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കും. മഴക്കാലമായതിനാൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം എത്രയോ വീടുകളും മനുഷ്യജീവനുകളും നഷ്ടപ്പെടുന്നുവെന്ന് നമുക്കറിയാം. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് അധികമായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയായും മറ്റ് സഹായഹസ്തങ്ങളായും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കാം. കൂടാതെ 2018 പ്രളയവും ആരും മറന്നിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരത്തിലൊന്നും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യരാശിയും ജന്തുജീവജാലങ്ങളും പൂർണ്ണമായും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഭൂമിക്ക് പുറമേ നടക്കുന്നവയാണ്. എന്നാൽ ഭൂമിയുടെ അകക്കാമ്പിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയാണുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതോടുകൂടി ഏതെല്ലാം വഴിയിലൂടെ പുറത്തു വരാൻ സാധിക്കുമോ അതിലൂടെയെല്ലാം ലാവ പുറത്തേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നതാണ്.
അതായത് ലോകമെമ്പാടുമുള്ള എല്ലാ അഗ്നിപർവ്വതങ്ങളിലൂടെയും ഈ ലാവ പുറത്തേക്ക് വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമി ഒരു നരകതുല്യമായി മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കാനിടയുള്ള ഒരു കാര്യമാണ്, ആ സമയം രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലേ എന്ന്. ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്താണിതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെല്ലാവരും മരിച്ചിട്ടുണ്ടാകും എന്നതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾ പറ, ഇത്തരത്തിലൊന്ന് ഭൂമി സംഭവിച്ചാൽ എന്ത് ചെയ്യാനാണ് നമ്മൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.